മധുരക്കിഴങ്ങും മുട്ടയും വെച്ച് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു പലഹാരം നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ ചെറിയ 2 മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കനം കുറച്ച് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇഡലി പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തു. ഇതുപോലെ തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങുണ്ടല്ലോ അത് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് നേരം ആവി കയറ്റി വേവിച്ചെടുക്കാം. മതി, അപ്പോഴത്തേക്ക് നന്നായിട്ട് വേഗം കേട്ടോ. മധുരക്കിഴങ്ങ് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടുണ്ടല്ലോ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മധുരക്കിഴങ്ങ് കട്ടയൊന്നുമില്ലാതെ നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് തേങ്ങയും 2 നുള്ള ഉപ്പുപൊടിയും പിന്നെ ഒരു 4 ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പാലാണ്. കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിലോട്ടുണ്ടല്ലോ ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ട് ഈ കൺസിസ്റ്റൻസിയിൽ ഒരു മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ട്രേയിലോട്ട് മാറ്റാം. ഞാൻ ഇതുപോലെ ഒരു ചെറിയ ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ സ്വല്പം നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. മധുരക്കിഴങ്ങെന്ന് പറയുന്നത് ഒരുപാട് പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കിഴങ്ങാണ്. ഇത് ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്. എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ്. ഇതുപോലൊക്കെ പലഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളാണെങ്കിലും കഴിക്കും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ ഉണ്ടല്ലോ ഇതുപോലെ ഒരു ട്രേയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ കുറച്ച് കിസ്മിസും ബദാമും അതുപോലെ ചെറിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതേ രീതിയിൽ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതേ രീതിയിൽ ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഇഡലിത്തട്ടിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റിയൊന്ന് വേവിച്ചെടുക്കണം. 20 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടുണ്ടല്ലോ ഈ ട്രേ ഇഡലിത്തട്ടിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.